ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, യേശുവിനെ പ്രതി നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? യേശുവിനെ പ്രതി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊക്കെ സഹിച്ചിട്ടുണ്ടാവും യേശുവിനെ പ്രതി. ഈ യേശുവിനെ പ്രതി സഹിക്കാൻ ഒരു സന്തോഷം കണ്ടെത്തണം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ സഹനമെങ്കിലും യേശുവിന് വേണ്ടി സഹിക്കാൻ പരിശീലിക്കണം. എങ്ങനെ യേശുവിന് വേണ്ടി സഹിക്കാൻ പറ്റുന്നത്? കുറച്ചു നേരം മുട്ടുകുത്തി നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം, ഈശോയെ, കുരിശേ കിടന്ന് അങ്ങയുടെ കുരിശിലെ വേദനകളോട് ചേർത്ത് ഒരു പരിഹാരമായിട്ട് ഞാനിതാ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ യേശുവിനോട് കൂടെ സഹിക്കുകയാണ്. ഇനി ആരെങ്കിലും ഒരാൾ നമ്മളെ എന്ത് ചെയ്തു? ഒരു ദുഷിച്ച വർത്താനം പറഞ്ഞു. അതിന് ഈ നാട്ടിൽ പഞ്ഞമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു ദുഷിച്ച വർത്താനം പറഞ്ഞപ്പോ എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ ക്വിക്ക് വിറ്റഡ് ആണ്. ക്വിക്ക് വിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ആള് പറഞ്ഞാൽ മറുപടി പെട്ടെന്ന് നമ്മൾ അറിയാതെ വരുന്ന ആളുകളാണ് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനാണ് അതിൽ ഒന്നാമത്തെ ആള്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി വരും. അങ്ങനെ വരുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളായ നമ്മള് ഒരാൾ എന്തെങ്കിലും പറയുമ്പോ, ഓ പോട്ടെ, വിട്ടേക്കാം, ഒന്നും പറയണ്ട, ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ പ്രതി നമ്മൾ മിണ്ടാതിരുന്നതാണ്.